Hello everyone, welcome back to my channel Ncert Malayalam. In today's class, we are going to discuss Class 10 Ncert CIVICS Chapter 2 Federalism. This is the part 2 and last part. We have already uploaded part 1. If you are new to this channel, please do like, share and subscribe. So part 1 link നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. So, a third tier of federation was added in the form of panchayats and municipalities. As in any federation, these different tiers enjoy separate jurisdiction. The constitution provides for a threefold distribution of legislative powers between the union government and the state government. It contains 3 lists. സോ നമ്മുടെ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്. സെക്കൻഡ് ടയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്. ഇനി തേർഡ് ടയർ ഉണ്ട്. ആ തേർഡ് ടയർ എന്താണ്? പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫെഡറേഷനിൽ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ടയറുകളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെപ്പറേറ്റ് ആയിട്ടുള്ള ജുറിസ്ഡിക്ഷൻ, അതായത് പ്രത്യേക നിയമവ്യവസ്ഥകളായിരിക്കും ഈ 3 ടയർ ഓഫ് ഗവൺമെൻറ് ഉണ്ടാവുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്, അതായത് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെ 3-fold ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദി യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. കോൺസ്റ്റിറ്റ്യൂഷന് അവരുടെ 3 മടങ്ങായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, നിയമവുമായി ബന്ധപ്പെട്ടുള്ള പവേഴ്സ് ഇങ്ങനെ യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? നമ്മുടെ ഭരണഘടനയ്ക്ക്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇറ്റ് കണ്ടെയ്ൻ 3 ലിസ്റ്റ്, അതിൽ 3 ലിസ്റ്റുകളുണ്ട്. Since India is an example of holding together federation where the central government is more powerful with the states. Some states, for example, enjoy a special status like Jammu and Kashmir, which has its own constitution. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യ പോലത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് ഇങ്ങനെ നമ്മുടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ കൂടും? നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഈ പറയുന്ന തേർഡ് ടയർ ആയിട്ടുള്ള മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്തുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കായിരിക്കാം? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം. അതാ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഈസ് മോർ പവർഫുൾ വിസ് അല്ലെങ്കിൽ കമ്പയറിങ് ടു ദ വിസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കമ്പയർ എന്നാണ്, കമ്പയറിങ് ടു ദ സ്റ്റേറ്റ് അല്ലേ. ഈ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതലായിട്ടുള്ള പവർ ഉള്ളത്. പക്ഷേ ചില ഒരു ഓൾട്ടർനേറ്റീവ് കേസ്, അല്ലെങ്കിൽ ചിലൊരു വേറൊരു കേസിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന് അതിൻ്റേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട്. നെക്സ്റ്റ് ഈസ് ദാറ്റ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ്റെ ദിസ് എഗ്രിമെൻറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗെദർ ഓൺ ദെയർ ഓൺ ടു ഫോം എ ബിഗർ യൂണിറ്റ് സോ ദാറ്റ് ബൈ പൂളിംഗ് sovereignty and retaining identity they can increase their security. Examples are USA, Switzerland and Australia. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റുകൾക്ക് അങ്ങനെ ഒരുമിച്ച് ഫോം ചെയ്തിട്ട് ഒരു ബിഗ്ഗർ യൂണിറ്റായിട്ട് മാറാൻ പറ്റും. അതായത് ഓരോ കുഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഫോം ചെയ്തിട്ടൊരു വലിയ യൂണിറ്റായിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ സോവറിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് സെൽഫായിട്ടുള്ള നിയമം എടുക്കാനുള്ള ഒരു അവകാശം, അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ എന്ത് കാരണമാവും? അതൊക്കെ അവരുടെ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലാണ് പറയുന്നത് പൂളിംഗ് സോവറിനിറ്റി ആൻഡ് റീറ്റെയിനിങ് ഐഡൻറ്റിറ്റി ദേ ക്യാൻ ഇൻക്രീസ് ദെയർ സെക്യൂരിറ്റി. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ USA, സ്വിറ്റ്സർലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ. Next is holding together federations. In this agreement, a large country decides to provide its power between the constituent states and the national government. The central government tend to be more powerful with the states. അതായത് ഈ ഒരു എഗ്രിമെൻറ്റ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ എന്താ പറയുന്നത്? ഒരു ലാർജ് കൺട്രിക്ക് അതിൻ്റെ പവർ പല കോൺസ്റ്റിറ്റ്യൂൻറ്റ് സ്റ്റേറ്റായിട്ടും നാഷണൽ ഗവൺമെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. ഈ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എല്ലാ സ്റ്റേറ്റിനെക്കാളും മോർ പവർഫുൾ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. Often different constituent units of the federation have unequal powers അല്ലേ.
ഓരോ ഫെഡറേഷൻ്റെ യൂണിറ്റ്സിന് അൺഈക്വൽ പവേഴ്സ് ആകും. അതായത് സ്റ്റേറ്റിൻ്റെ പവർ ആയിരിക്കില്ല ഈ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളത്, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കില്ല തേർഡ് ടയർ, ദാറ്റ് ഈസ് ദ മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്സിനുള്ള പവർ. സം യൂണിറ്റ്സ് ആർ ഗ്രാൻറ്റഡ് സ്പെഷ്യൽ പവേഴ്സ്. അപ്പോൾ ചില യൂണിറ്റ്സിന് സ്പെഷ്യൽ പവറായിട്ട് ഇങ്ങനെ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് ഇന്ത്യ, സ്പെയിൻ ആൻഡ് ബെൽജിയം. Next is that sharing of power between the union government and state government. സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും പവർ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഷെയറിംഗ് ഓഫ് പവർ ബിറ്റ്വീൻ ദി യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ബേസിക് ടു ദ സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ പവർ ഷെയർ ചെയ്യുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. The Parliament cannot on its own change this agreement. Any change has to be first passed by both the houses of the parliament with at least 2/3 majority. അപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ, ഈ പറയുന്ന പവർ ഷെയറിങ് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിനും സെൻട്രലിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിന് ഒറ്റയടിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതല്ല. ഇനി എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ തന്നെ പാർലമെൻറ്റ് 2 ഹൗസസ്, ദാറ്റ് ഈസ് ദി ലോക്സഭ ആൻഡ് നിയമസഭ അറിഞ്ഞിരിക്കണം. വിത്ത് ആരുടെ മുന്നിലായിരിക്കണം? ഒരു തേർഡ് പാർട്ടി, ഒരു മെജോറിറ്റി ഉള്ളൊരു പാർട്ടിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ദെൻ ടു ബി റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്സ് അല്ലേ. അത് പിന്നെ റാറ്റിഫൈ എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള അംഗീകരിക്കുക എന്നർത്ഥം. അതായത് ബാക്കിയുള്ള ഓരോ സ്റ്റേറ്റുകളുടെ നിയമസഭകൾ അംഗീകരിച്ചതായിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റെങ്കിലും അത് അംഗീകരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന പവർ ഷെയറിങ്ങിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട് അബൌട്ട് ദി ഡിവിഷൻ ഓഫ് പവേഴ്സ്, ദ ഹൈ കോർട്ട്സ് ആൻഡ് ദ സുപ്രീം കോർട്ട്സ് മേക്ക് ഡിസിഷൻ. ഇനി എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിൻ്റെ ഈ ഡിവിഷൻ ഓഫ് പവേഴ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടൊക്കെ വന്നിട്ടായിരിക്കും ഡിസിഷന് എടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദി റീസൺസ് ഫോർ സക്സസ് ഓഫ് ഫെഡറലിസം ഇൻ ഇന്ത്യ. ഈ പറയുന്ന പവർ ഷെയറിങ്, സെൻട്രൽ, സ്റ്റേറ്റ്, തേർഡ് ടയർ എന്നൊക്കെ പറയുന്ന പവർ ഷെയറിങ് സക്സസ്ഫുള്ളി ആവാനുള്ള കാരണങ്ങൾ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് clearly laid out constitutional provisions providing a threefold distribution of powers in the three list: union list, state list and concurrent list between the union and the state government. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൽ നമുക്ക് ഈ പറയുന്ന 3 മടങ്ങ് ഡിസ്ട്രിബ്യൂഷന് ഇപ്പോൾ ഓരോ ലിസ്റ്റുകളായിട്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ലിസ്റ്റുകളായിട്ട് തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പവറുകൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര കാര്യങ്ങളും, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളും, ഈ കോൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ് യൂണിയൻ ലിസ്റ്റ്. ഇപ്പോൾ നോട്ട് നിരോധനം ഇത് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ യൂണിയൻ ലിസ്റ്റാണ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇനി എന്തെങ്കിലും സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ഒരു ഇലക്ഷന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് ഇലക്ഷൻസ് നോക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റാണ് ഇതാക്കുന്നത്. ഇനി ഇൻ കേസ് ഓഫ് എനി കോൺകറൻറ്റ് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ മാറ്റേഴ്സൊക്കെ എന്താണ്, ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് യൂണിയൻ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ ക്ലിയർലി ലെയ്ഡ് ഔട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രൊവൈഡിങ് എ ത്രീ-ഫോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ ത്രീ ലിസ്റ്റ്. പവർ ഡിസ്ട്രിബ്യൂഷന് ഇങ്ങനെ 3 ലിസ്റ്റായിട്ട് ഇങ്ങനെ ലേ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നത്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കോൺകറൻറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് ഈസ് ദി നേച്ചർ ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ നേച്ചർ ഇങ്ങനെ ആവാൻ കാരണം ഈ ഫെഡറലിസമാണ്. അതായത് ഡെമോക്രസിയാണ് നമ്മുടെ നാട്ടിലെല്ലായിടത്തുള്ളത്, മൊണാർക്കിയും കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല. അപ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് കൺട്രിയിലുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫെഡറലിസമാണ്. ദ തേർഡ് റീസൺ ഈസ് ദാറ്റ് ദ ക്രിയേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. അല്ലേ, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഏത് ഭാഷയാണോ സംസാരിക്കുന്നത്, ഇപ്പോൾ റീജിയണൽ സ്റ്റേറ്റുകൾ അല്ലേ, കേരളത്തിലാണെങ്കിൽ മലയാളം സംസാരിക്കുന്നു, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുടെ ക്രിയേഷൻ. അപ്പോൾ ചില ഓൾഡ് സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ന്യൂ സ്റ്റേറ്റുകളാക്കാൻ കാരണം തന്നെ അവരുടെ സംസാരിക്കുന്ന ഭാഷയായിരുന്നു അല്ലേ. അത് പണ്ട് ബൗണ്ടറീസൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബൗണ്ടറി അപ്പുറത്തെ ബൗണ്ടറിയിൽ സെയിം ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ
ബൗണ്ടറിയും ഈ സ്റ്റേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഒരു റീജിയണൽ ബേസ്, അതായത് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റും. ദിസ് വാസ് ഡൺ ടു എൻഷ്യൂർ ദാറ്റ് പീപ്പിൾ ഹു സ്പോക്ക് ദ സെയിം ലാംഗ്വേജ് ലിവ്ഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ്, അല്ലേ? ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഒരേ സ്റ്റേറ്റുകളിലായിരിക്കും ലീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിട്ടുണ്ടാവുക. അതാണ് മൂന്നാമത്തെ റീസൺ. നെക്സ്റ്റ് ഈസ് ദാറ്റ് റെസ്ട്രിക്റ്റിംഗ് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് നാലാമത്തെ റീസൺ ഉള്ളത്. ഇനി എന്താണ് ലാംഗ്വേജ് പോളിസി ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ലാംഗ്വേജ് പോളിസി എന്താണ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് ഗിവ് ദ സ്റ്റേറ്റസ് ഓഫ് നാഷണൽ ലാംഗ്വേജ് ടു എനി വൺ ലാംഗ്വേജ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഏതെങ്കിലും ലാംഗ്വേജ് ആയിട്ട് ഒരു സ്റ്റേറ്റസ് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ദ ഫോർമേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് യുണൈറ്റഡ് ദി കൺട്രി ആൻഡ് മെയ്ഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഈസിയർ, അല്ലേ? ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോം ചെയ്യുക, അതായത് ഒരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഒരു സ്റ്റേറ്റിലാവുമ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്തായി, കുറച്ചും കൂടെ ഈസിയർ ആവാൻ തുടങ്ങി. ഇനി ലീഡേഴ്സ് ഓഫ് എ കൺട്രി അഡോപ്റ്റഡ് എ വെരി കോഷ്യസ് ആറ്റിറ്റ്യൂഡ് ഇൻ സ്പ്രെഡിങ് ദി യൂസ് ഓഫ് ഹിന്ദി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനല്ല, ലീഡേഴ്സാണ് ഹിന്ദി ഒരു നല്ലൊരു ലാംഗ്വേജാന്ന് പറഞ്ഞിട്ട് സ്പ്രെഡാക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഐഡൻറ്റിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി വാസ് ഐഡൻറ്റിഫൈഡ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. Besides Hindi, there are 21 other languages recognized as scheduled languages by the Constitution. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾ ചെയ്ത് വേറെ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അത് ഏകദേശം 21 ആണ് നമ്പർ എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദി ലാംഗ്വേജ് പോളിസി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ഈസ് ദാറ്റ് മേജർ സ്റ്റെപ്സ് ടുവേർഡ്സ് എ ഡീസെൻട്രലൈസേഷൻ ടേക്കൺ ഇൻ 1992 ഡീസെൻട്രലൈസേഷന് കാരണമുള്ള മേജർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്രം മാറിയിട്ട് വേറെ സ്റ്റേറ്റുകളുടേതാവുക, അല്ലെങ്കിൽ കേന്ദ്രത്തിനുള്ള ഒരു അവകാശം വേറെ സ്റ്റേറ്റുകളിലാവുക എന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ, അതായത് കേന്ദ്രത്തിൻ്റെ പവർ മാറുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ നൗ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്ററി ടു ഹോൾഡ് ദ റെഗുലർ ഇലക്ഷൻസ് ടു ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്, അല്ലേ? അതായത് നിർബന്ധമാണ്, കോൺസ്റ്റിറ്റ്യൂഷണലി നിർബന്ധമാണ് എന്ത്, റെഗുലർ ഇലക്ഷൻസ് ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു മാൻഡേറ്ററി കാര്യമാണ്. നൗ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്ററി ടു ഹോൾഡ് റെഗുലർ ഇലക്ഷൻസ് ടു ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്. അപ്പോഴാണ് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ് തയ്യാറെടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്നതൊക്കെ. ഇതൊക്കെയാണ് ഡീസെൻട്രലൈസേഷൻ 1992 മേജർ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അതായത് ഇലക്റ്റഡ് ബോഡീസിനകത്ത് അല്ലെങ്കിൽ ഈ ഇലക്ഷനിലുള്ള ഈ ഇലക്റ്റഡ് ബോഡീസിൽ റിസർവേഷൻ സീറ്റ്സ് ഉണ്ടാവും. ആർക്ക് വേണ്ടിയിട്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ഷെഡ്യൂൾഡ് SC ST, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ലൈക്ക് OBCസിനൊക്കെ റിസർവേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദാറ്റ് at least 1/3 of all positions are reserved for women. അതായത് 3/1 ഭാഗം പൊസിഷൻസും വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, റിസർവ് ചെയ്തിട്ടുള്ളതാണ്. നാലാമത്തെ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വാസ് ക്രിയേറ്റഡ് ടു കണ്ടക്ട് ദി പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പൽ ഇലക്ഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷനാണ് ഈ പറയുന്ന പഞ്ചായത്തിലെ ഇലക്ഷൻസും മുനിസിപ്പൽ ഇലക്ഷൻസും ഒക്കെ കമ്മിറ്റ് ചെയ്യുന്നത്, അല്ലേ? മേയറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത്. Next is that the state governments are required to share some powers and revenue with the local government bodies. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം, കുറച്ച് പവറും അതുപോലെ തന്നെ ഇതിൻ്റെ റവന്യൂ ഒക്കെ ലോക്കൽ ഗവൺമെൻറ് ബോഡീസായിട്ട് പഞ്ചായത്തൊക്കെയായിട്ട് ഷെയർ ചെയ്യണം നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഡീസെൻട്രലൈസേഷൻ്റെ മേജർ സ്റ്റെപ്സ്. അതായത് ഭരണം, പവർ എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിലേക്ക് വരുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ്. സ്ട്രക്ചർ ഓഫ് ദ ന്യൂ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ റൂറൽ ലോക്കൽ ഗവൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വില്ലേജിനും ഓരോ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ വില്ലേജസിനൊക്കെ എന്തുണ്ടാകും, ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും. അതിലൊരു പ്രസിഡൻറ്റും അല്ലെങ്കിൽ സർപഞ്ചൊക്കെ ഉണ്ടാകും. ഇത് ആര് ഇലക്ട് ചെയ്യുന്നതാണ്, നമ്മുടെ ആ വില്ലേജിനകത്തുള്ള അഡൾട്ട് പോപ്പുലേഷൻ ഇലക്ട് ചെയ്തിട്ട് അങ്ങനെ അവരെന്താവുന്നത്, അവർ പഞ്ചായത്തിലെ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പഞ്ചായത്ത് രാജ് ലീഡ് ചെയ്യുന്നതാണ്. ഇത് പഞ്ചായത്ത് എന്ത് ചെയ്യുന്നത് ഒരു ഗ്രാമസഭയുടെ ഒരു അണ്ടറിലാണ് നിൽക്കുന്നത്. അവിടെ എന്താവും, ഓരോ വോട്ടേഴ്സൊക്കെ അതിൻ്റെ
മെമ്പേഴ്സ് ആയിരിക്കും. ദ ലോക്കൽ സ്ട്രക്ചർ ഗോസ് അപ് ടു ദ ഡിസ്ട്രിക്ട് ലെവൽ. എ ഗ്രൂപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഫോം എ പഞ്ചായത്ത് സമിതി ഓർ എ ബ്ലോക്ക് ഓർ മണ്ഡലം. ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ ഗ്രാമപഞ്ചായത്തുകളും എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് അല്ലെങ്കിൽ മണ്ഡലം ഉണ്ടാവുന്നത്. ഇനി ഓൾ ദ പഞ്ചായത്ത് സമിതീസ് ഓർ മണ്ഡൽസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി ജില്ലാ പരിഷത്ത്. അങ്ങനെ ഈ പഞ്ചായത്ത് മണ്ഡലം എല്ലാം കൂടെ ഫോം ചെയ്തിട്ടാണ് ജില്ലാ പരിഷത്ത് ഫോം ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഓരോ പഞ്ചായത്ത് നിന്നുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും ജില്ലാ പരിഷത്തിൽ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരുന്നു, ആദ്യം ഒരു വില്ലേജിലെ അഡൾട്ട് എല്ലാവരും കൂടെ ഇലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്രാമപഞ്ചായത്ത് എല്ലാം ഗ്രാമസഭയുടെ കീഴിലാണ്. ആ ഗ്രാമസഭ ഡിസ്ട്രിക്ട് ലെവലിൽ ഓരോ ഗ്രാമസഭ കൂടി ചേർന്നാലാണ് മണ്ഡലം ഉണ്ടാകുന്നത്. ഒരുപാട് മണ്ഡലം അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതീസ് ഇങ്ങനെ ഫോം ചെയ്തിട്ടാണ് ജില്ലാ പരിഷത്ത് ഉണ്ടാവുന്നത്. ലോക്സഭാ മെമ്പേഴ്സും ലോക്കൽ MLAസും ഓഫീസേഴ്സൊക്കെയാണ് ജില്ലാ പരിഷത്തിൻ്റെ മെമ്പേഴ്സ്. ഇനി ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് പരിഷത്ത് ആയിരിക്കും. ഇനി urban areas, local bodies അല്ലേ, urban areas and local bodies എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റീസ് ആർ സെറ്റപ്പ് ഇൻ ദ ടൗൺസ്. മുനിസിപ്പാലിറ്റീസ് സാധാരണ ടൗണുകളിലാണ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ടൗൺ ഏരിയയിലുള്ള ഒരു മുനിസിപ്പാലിറ്റീസ് ആയിരിക്കും. ഇങ്ങനെ ബിഗ് സിറ്റീസിലൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അല്ലെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ, വലിയ വലിയ സിറ്റീസിൽ കോർപ്പറേഷൻസാണ് ഉണ്ടാവുക. ബോത്ത് ആർ കൺട്രോൾഡ് ബൈ ഇലക്റ്റഡ് ബോഡീസ് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്. അല്ലെ രണ്ടിനും, അതായത് ഈ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റീസിനൊക്കെ ഇലക്റ്റഡ് ബോഡീസ് ആരാ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവർ ഇലക്റ്റഡ് ബോഡീസിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈസ് ദ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ദ മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പൽ ചെയർപേഴ്സണാണ് ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ നമുക്ക് എന്ത് വിളിക്കാം, മേയർ എന്ന് വിളിക്കാം. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് ആൻ ഓഫീസർ കോൾഡ് ദി മേയർ. അപ്പോൾ ഇതാണ് urban areas, local bodies എന്ന് പറയുന്നത് ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അൺനെസസറി ആയിട്ട് വെറുതെ ടെക്സ്റ്റ് വായിച്ചിട്ട് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോയിൻറ്റ്സ് മാത്രമാണ് ഞങ്ങൾ തരുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ റീഡ് ദ ചാപ്റ്റർ വെരി വെൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഹാപ്പി സൺഡേ. താങ്ക് യു all. Thank you everyone.